അസ്സലാമു ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതെൻ്റെ ഉമ്മയുടെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടമുള്ളതും വളരെ ടേസ്റ്റിയുള്ളതുമായിട്ടുള്ളൊരു ബിരിയാണിയാണിത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് മസാല തയ്യാറാക്കുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് 1 കിലോ ചിക്കൻ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, നാരങ്ങാനീര്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കന് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, അതിനുശേഷം 2 സ്പൂൺ നാരങ്ങാനീരും. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം ഓരോരോ പീസുകളായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ 2 സൈഡും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം ചിക്കൻ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത പീസസ് എല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പീസസ് കൂടി ഇതേപോലെ വറുത്തെടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യമായിട്ട് സവാള 5 എണ്ണമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, കറി മസാല, തൈര്, പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് 5 പച്ചമുളകാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 3 തക്കാളി ചെറുതായിട്ടരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മളുടെ സവാള ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 5 സവാളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സവാള നമുക്ക് വഴറ്റിയെടുക്കണം. നല്ലോണം വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ സവാള നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കണം. എടുത്തതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചെയ്തെടുത്ത മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ നാരങ്ങാനീര് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 1 സ്പൂൺ തൈര് യൂസ് ചെയ്താൽ മതിയായിരിക്കും. അല്ലെങ്കിൽ 2 സ്പൂൺ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് തൈര് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ചിക്കനും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാല ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യണം. പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ പാൻ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെച്ചേക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം.
ഇനി നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ആദ്യം ഇടുക. എന്നിട്ട് അതിൻ്റെ നിറം മാറിയതിന് ശേഷം ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അതിന് ശേഷം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് സവാള ആഡ് ചെയ്തിട്ട് സവാളയും നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സവാള എല്ലാം നല്ലോണം മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്ത് കോരാം. ഇനി ബിരിയാണിയുടെ ചോറിന് വേണ്ടിയിട്ടുള്ള പാത്രം നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. എന്നിട്ട് പാത്രം ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യണം. നെയ്യ് ചൂടായതിന് ശേഷം കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കന് വേണ്ടിയിട്ട് 1 കിലോ അരി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1-2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ റൈസ് എടുത്ത് ഒരു കപ്പിലോ എന്തിലെങ്കിലും അളന്നെടുക്കുക. അപ്പം ആ എത്ര കപ്പാണോ വന്നിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കളറിന് വേണ്ടി മാത്രമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഉപ്പെല്ലാം ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം പറ്റുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ റൈസ് സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് മസാല ഇതിലേക്ക് ആഡ് ചെയ്യണം. മസാല ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നടുക്കുന്നുള്ള ചോറെല്ലാം നമുക്ക് ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റാം. എന്നിട്ട് ആ ഒരു റൗണ്ടിലാണ് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നേരത്തെ ചെയ്തെടുത്ത മസാല ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മൊത്തം നടുക്കോട്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറ് കൊണ്ട് ഈ മസാല നമുക്ക് പൊതിയാം. ഇതേപോലെ പൊതിഞ്ഞെടുക്കണം ചോറ് കൊണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ മൂപ്പിച്ച് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അതിനുശേഷം മല്ലിയിലയും പിന്നെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാളയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടി വെക്കണം. അപ്പോൾ ഞാനിത് തുറക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ വെയിറ്റ് എടുത്തൊന്ന് മാറ്റണം. അപ്പോൾ ഇനി നമുക്ക് പയ്യെ ഒന്ന് തുറക്കാം. ആവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അടിപൊളി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ഇടുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.